നോർമൽ അണ്ടർ സ്കേർട്ട് അല്ലാണ്ട് ഇതേപോലെ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് വെച്ചിട്ട് നമുക്ക് ലെഹങ്ക ഒന്ന് ഡ്രേപ്പ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ ഈ ഒരു സാരി ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഫുൾ ടക്കിൻ ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇത് റൗണ്ട് ചെയ്ത ശേഷം നമ്മൾ സാരിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ പല്ലു എടുത്തിട്ട് ഒന്നും കൂടി റൗണ്ട് ചെയ്തെടുക്കണേ. ശേഷം നമുക്കത് ഷോൾഡറിൽ വെച്ചിട്ട് അതിന് എത്ര ലെങ്ത് വേണമെന്നുള്ളത് നോക്കിയിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് കുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് സൈഡിലേക്കുള്ള പോർഷൻ എടുക്കണേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ വിട്ടിട്ട് വേണം കേട്ടോ ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ്സ് എടുത്ത ശേഷം അത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ സെൻറ്ററിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ വീഡിയോ കാണിക്കുന്ന പോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടക്കിൻ ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ടിലെല്ലാം ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സൈഡിലെ പോർഷൻ ബാക്കിയുള്ള കുറച്ച് മെറ്റീരിയൽ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് പിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ടക്കിൻ ചെയ്യുകയോ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു ഹിപ്പ് ചെയിനോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് ഇതാണ്. എന്തേലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ സാരി ആയിട്ട് ഉടുക്കണ്ട, അതേപോലെ ഹാഫ് സാരി വാങ്ങി പൈസയും കളയണ്ട. അപ്പോൾ ഉള്ള സാരി വെച്ചിട്ട് ഇതേപോലെ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടുവേ. അപ്പോൾ ഇപ്പം തന്നെ ഇതേപോലെ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോ. കൂടാണ്ട് വീഡിയോ സേവും ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.